ചില എന്ന് പറഞ്ഞവരെ ഇന്നത്തെ സുവിശേഷത്തില് ഈശോ പിതാവിനോട് പ്രാർത്ഥിക്കുന്ന രംഗമാണ് നമ്മൾ വായിച്ചു കേട്ടത്. ഇവിടെ ഈശോ പറയുകയാണ്, പിതാവേ, ഈ മണിക്കൂറിൽ നിന്നും അങ്ങനെ രക്ഷിക്കണമേ, അല്ല ഇതിനു വേണ്ടിയാണല്ലോ ഞാൻ വന്നത്, ഇപ്പോൾ അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തണമേ എന്ന് പറയുകയാണ്. സ്നേഹമുള്ളവരെ, അതായത് ഈശോ ഒരു കാര്യം ആഗ്രഹിക്കുന്നു, പ്രാർത്ഥനയിലൂടെ ഒരു കാര്യം ആഗ്രഹിക്കുന്നു. ഈശോ ഉടനെ തന്നെ തിരുത്തുകയാണ്, അല്ല ഇതിനു വേണ്ടിയാണല്ലോ ഞാൻ വന്നത് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഹിതം, എന്റെ ഹിതത്തേക്കാൾ ഉപരി ദൈവത്തിന്റെ ഹിതം നിറവേറട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്നത്തെ ലേഖന ഭാഗത്തില് പൗലോസ്ലേ നമ്മളോട് പറയുന്ന ഒരു കാര്യം, പൗലോസ്ലേ പറയുകയാണ്, ഞങ്ങൾ എല്ലാ കാര്യത്തിലും ദൈവത്തിന്റെ ദാസന്മാരാണെന്ന് ഞങ്ങൾ അഭിമാനിക്കുന്നു. വലിയ പീഡനങ്ങളിലായാലും ഞെരുക്കങ്ങളിലായാലും വലിയ ലഹളകളിലായാലും ബുദ്ധിമുട്ടുകളിലായാലും ഞങ്ങൾ ദൈവത്തിന്റെ ദാസന്മാരാണെന്ന് ഞങ്ങൾ അഭിമാനിക്കുന്നു എന്ന് പറയുക. എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? എന്ന് പറഞ്ഞാൽ പൗലോസ്ലേ പറയുകയാണ്, വലിയ ബുദ്ധിമുട്ടുകളും ഞെരുക്കങ്ങളും പീഡനങ്ങളും സഹനങ്ങളൊക്കെ വരുമ്പോൾ ഒരു പക്ഷേ അതിൽ നിന്നൊക്കെ പുറത്തു കിടക്കാനായിട്ട് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിലും ദൈവത്തിന്റെ ദാസന്മാരെന്ന നിലയിൽ ദൈവത്തിന്റെ ഹിതത്തിലൂടെ ഞങ്ങൾ കടന്നു പോകുന്നതിലൂടെ ഞങ്ങൾ അഭിമാനിക്കുന്നു എന്ന് പറയുകയാണ്. വളരെ ചുരുക്കത്തില് ഇന്നത്തെ ഈ 2 വചനവായനകൾ വായിച്ചു കഴിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ആത്മീയ ജീവിതം നയിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഇഷ്ടമില്ലാത്ത ചില ജീവിത സാഹചര്യങ്ങളിലൂടെ ദൈവം നമ്മളെ കടത്തിക്കൊണ്ടുപോകും. ഒരുപക്ഷെ സഹനങ്ങളിലൂടെ നമ്മൾ ശുദ്ധീകരിക്കാനോ ദൈവത്തിന്റെ സഹനത്തോട് കൂട്ടുചേർക്കാനും വേണ്ടിയിട്ടൊക്കെയാണ് ദൈവം നമ്മുടെ ജീവിതത്തില് സഹനങ്ങളും ഒരുപക്ഷെ നമുക്ക് ഇഷ്ടമില്ലാത്ത ചില ജീവിത സാഹചര്യങ്ങളും നമുക്ക് അനുവദിക്കുന്നത്. അത് ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോയെ പോലെ ലേഖനഭാഗത്തിൽ പൗലോസ്ലേ പറയുന്നത് പോലെ തന്നെ എന്റെ ഹിതമല്ല അവിടുത്തെ ഹിതം നിറവേറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആ സഹനങ്ങളിലൂടെ കടന്നു പോകാനായിട്ട് നമുക്ക് സാധിക്കണം. അതിനുള്ളൊരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.